ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ട്രീ ഹൗസ് പോലത്തെ ഒരെണ്ണമാണ്. നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ. അതിന് നമുക്ക് ചിരട്ട വേണം, മണ്ണ് വേണം, പുല്ല് വേണം, പിന്നെ പ്ലാസ്റ്റിക് കുപ്പി വേണം. നമുക്കിതൊക്കെ പോയിട്ട് തപ്പി കണ്ടുപിടിക്കാവേ. ആദ്യം നമുക്ക് കുപ്പി എടുക്കാം. കുപ്പി ഇവിടെ തന്നെയുണ്ട് ഫ്രിഡ്ജിൻ്റെ മുകളിൽ. യെസ്. അടുത്തത് നമുക്ക് ചിരട്ട. അമ്മയുടെ അടുക്കളയിലെ ചിരട്ടയും കുറച്ച് ചകിരിയും, ഇത് രണ്ടും കൂടി എടുക്കാവേ. അടുത്തത് നമുക്ക് അച്ഛൻ്റെ ചിരട്ടയുടെ ബാഗ് തപ്പാം. ഇതാണ് ചിരട്ട. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ചിരട്ട ഉണ്ടോ എന്ന് നോക്കാം. അച്ഛൻ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. കുറച്ച് പണി ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. പിന്നീട് അത് ബാക്കി പണി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്റ്റാൻഡായിട്ട് ഒരെണ്ണം വേണം. അതിന് ഈ ചിരട്ട എടുക്കാം, ഈ പീസ്. പിന്നെ അതിൻ്റെ മുകളിൽ വെക്കാനൊരു ചിരട്ട വേണം. ഇതെടുക്കാം. എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് ക്ലീൻ ആക്കിയത്, മീൻസ് പേപ്പറൊക്കെ അടിച്ച് വെച്ചതാണ്. പിന്നെ വേണ്ട ഇനിയൊരു ചിരട്ട, അത് നമ്മൾ അടുക്കളയിൽ നിന്ന് എടുത്തു. അത് ഒരു റൂഫ് ആക്കാനാണ്. ഇതൊക്കെ അച്ഛൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഓരോ പീസുകളും. ഈ കൂടിനകത്തുള്ളത് ഓരോ പീസുകളാക്കി വെച്ചേക്കുന്നത്. പിന്നെ ഇത് ചിരട്ട കട്ടാക്കി ഒട്ടിച്ച് വെച്ചേക്കുന്നത് മരത്തിൻ്റെ തടിക്ക് വേണ്ടിയിട്ട്. പിന്നെ കുറേ ഷേപ്പിലെ ഇലകളൊക്കെ ആക്കിയിട്ടുണ്ട്. ഇതൊരു ഷേപ്പിലെ ഇല, അതിൻ്റെ അതേ ഷേപ്പിൽ തന്നെ കുറേ ഇലകളാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആ കിടക്കുന്നത് ഫ്ലവറാണ്. 3 പീസ് ചിരട്ട ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. ഇത് വേറെ ഒരു സൈസ് ഇല. മറ്റേത് വീതി കൂടുതലുള്ളതായിരുന്നു. ഇത് വീതി കുറഞ്ഞിട്ട് നീളത്തിലുള്ള ചിരട്ട ഇല. അച്ഛാ, ഇതൊന്ന് ക്ലിയർ ആക്കി തരുമോ? കുറച്ചൊന്ന് ഉരച്ച് ശരിയാക്കി തരുമോ? ഇത് ഉരച്ച് മൊത്തം ക്ലിയർ ആവണമെന്നില്ല. ജസ്റ്റ് മേലത്തെ കുറച്ച് പൊടിയൊന്ന് മാറി കിട്ടിയാൽ മതി. നമുക്ക് ഇത് പേപ്പർ ഇല്ലെങ്കിൽ ജസ്റ്റ് കത്തി കൊണ്ടൊന്ന് ചിരണ്ടി എടുത്താൽ മതി. ഇനി നമുക്ക് ഹട്ടിന് ബേസ് പില്ലേഴ്സും പിന്നെ മേളിലേക്ക് റൂഫ് ഒട്ടിച്ച് കൊടുക്കാനുള്ള കോലുകളും കൂടി നമുക്കിനി എടുക്കണം. അത് അളന്ന് എടുക്കുക. പിന്നെ ചിരട്ടയുടേത്, ഇത് റൂഫിന് വേണ്ടിയിട്ടുള്ള ചിരട്ടയാണ്. ഇത് ഈ ഷേപ്പിൽ മാത്രം കട്ടാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബേസ് പിങ്ക് കളർ കൊടുത്തേക്കുന്നത്, അത് ഞാൻ ജസ്റ്റ് അത് CD കട്ടാക്കി എടുത്തതാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള സൈസിൽ കട്ടാക്കി എടുത്തിട്ട് അതിൻ്റെ അടിയിലേക്ക് കോല് വെച്ചിട്ട് ഫ്ലെക്സ് ക്വിക്കും ചിരട്ടപ്പൊടിയും കൂടി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് ബേസ്, സ്റ്റാൻഡും പിന്നെ ഒരു ചിരട്ടയും കൂടി രണ്ടും കൂടി ഫിക്സ് ആക്കണം. ചുറ്റിനും പൊടിയും ഇട്ട് ഫ്ലെക്സ് ക്വിക്കും ഗമ്മും ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇതാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ട് മറിച്ച് പിടിച്ചിട്ട് അടിയിലും കൂടി ഒന്ന് ഗമ്മും പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഗമ്മിട്ട് കഴിഞ്ഞിട്ട് പൊടി തരി പോലെ ഇങ്ങനെ ഷാർപ്പായിട്ട് നിൽക്കും. അപ്പോൾ അതൊന്ന് ലെവലാകാൻ വേണ്ടിയിട്ട് അരം കൊണ്ട് ഇങ്ങനെ ഉരച്ചൊരച്ച് കൊടുക്കുക. ഇതിപ്പം നല്ല
ജോയിൻ ആയ സ്ഥലം നല്ല സ്മൂത്തും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ആ ബേസ് ഏറ്റവും അടിയിലത്തെ ചിരട്ടയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. സെയിം പ്രോസസ്സാണ് ഗമ്മും ചിരട്ടപ്പൊടിയും ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് നമുക്ക് പില്ലർ ഒട്ടിച്ചു കൊടുക്കാം. ഇതും സെയിം പ്രോസസ്സ്. ഗമ്മിടുക, കോല് വെക്കുക, പൊടി ഇടുക, ഗമ്മിടുക. അതുപോലെ മൂന്ന് പില്ലർ പോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചുറ്റിനും വുഡൻ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് 2 ലെയറായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട് സൈഡിൽ കുറച്ച് സ്പേസ് വിട്ടിട്ടാണ് ഈ വുഡൻ ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുന്നത്. 2 ലെയറായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അടുത്തത് റൂഫിന് വേണ്ടിയിട്ട് ചിരട്ട നമ്മൾ കട്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ആ ഷേപ്പിനനുസരിച്ച്. അതിലിട്ട് ഗം ഇട്ടിട്ട് ചകിരി ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ചൊരു ഹട്ടിൻ്റെ ഷേപ്പിൽ വരുന്ന പോലെ ഒന്ന് ചകിരി കുറച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ചിരട്ടയിലോട്ട്. മരത്തിൻ്റെ ഇലകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുപ്പി എടുത്തേക്കുന്നത്. കുപ്പി കട്ടാക്കി തെങ്ങിൻ്റെ ഇലയുടെ ഷേപ്പിലൊന്ന് കട്ടാക്കി എടുക്കാം. അടുത്തത് നമുക്ക് റൂഫിന് വേണ്ടിയിട്ടുണ്ടാക്കിയ ചിരട്ട മറ്റേ ആ പില്ലറിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക. അതും ഇതുപോലെ തന്നെ ചിരട്ടപ്പൊടിയും ഫ്ലെക്സ് ക്വിക്ക് ഗമ്മും കൂടി ഇട്ടിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം മണ്ണ് ഇട്ടിട്ട് വെക്കാമെന്നാണ് ഓർത്തത്, ഏറ്റവും അടിയിലത്തെ ചിരട്ടയില്ല സ്റ്റാൻഡ്. പിന്നെ അത് മണ്ണ് മാറ്റിയിട്ട് ഞാൻ എന്താക്കി ഇത് ഒയാസിസ് കട്ടാക്കിയിട്ട് അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കത് ചിരട്ടയുടെ സൈസിനനുസരിച്ച് റൗണ്ടിൽ കട്ടാക്കി എടുത്തിട്ട് പിന്നെ അതിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് ചിരട്ടയുടെ അകത്തോട്ട് കയറ്റി വെച്ചിട്ട് ഹൈറ്റ് നോക്കിയിട്ട് അത് മുകളിലത്തെ ഭാഗം ഒന്ന് കട്ടാക്കി കളയാം. നമ്മൾ ഇലകൾ കട്ടാക്കി വെച്ചത് ഒരു കോലിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. തെങ്ങിൻ്റെ ഷേപ്പിൽ വരുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഈ കുപ്പി കട്ടാക്കിയതിൻ്റെ ബാക്കി ഭാഗം മേലെ അടപ്പിൻ്റെ അടുത്ത ഭാഗമുള്ളത് എടുത്തിട്ട് പിന്നെ വേറൊരു പൂ പോലെ ആക്കാമെന്നുള്ളൊരു ഐഡിയ വന്നു. അപ്പോൾ അതൊന്ന് കട്ടാക്കി ഇതുപോലെ കട്ടാക്കി എടുത്തിട്ട് പെയിൻ്റ് അടിക്കുന്നുണ്ട്.
I feel the gravity pull and it keeps me away. I would rather be here, lonely in space. I've made up my mind, I just wanna be free. I live my own പൂവിൻ്റെ നടുക്ക് അതിൻ്റെ അടപ്പ് തന്നെ ഒട്ടിച്ചു കൊടുത്തിട്ട് ആ പൂവിൻ്റെ നടുഭാഗം കൂടി കളറാക്കി കൊടുക്കുന്നുണ്ട്. in the silence of the night sky. I wanna free fall into nothing at all. ഇതാണ് ഫൈനൽ ലുക്ക്. ഇത് ചിരട്ട മേലത്തെ റൂഫ്, പിന്നെ പില്ലേഴ്സ്, പിന്നെ നമ്മുടെ ബേസ്, എന്നിട്ട് പിന്നെ ഞാൻ സ്റ്റെപ്പും വെച്ച് കൊടുത്തിട്ടുണ്ട് കാർഡ്ബോർഡിൽ. അത് ആക്ച്വലി നാച്ചുറൽ ലുക്ക് വരണമെങ്കിൽ കോലിലോ അല്ലെങ്കിൽ ഈർക്കിലിയിലോ സ്റ്റെപ്പ് ആക്കി കൊടുത്താൽ നല്ല രസമായിരിക്കും. പിന്നെ ഇതാണ് പൂ നമ്മൾ ചെയ്തത്, കുപ്പിയുടെ അടപ്പും വെച്ചിട്ട്. പിന്നെ അടിയിൽ ഞാൻ ഒയാസിസ് ജസ്റ്റ് ഒന്ന് നനച്ചിട്ട് നാച്ചുറൽ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. നമ്മുടെ ടെർട്ടിൽ വൈനും പിന്നെ 2 കാർഡ് ഇവിടെ കിടപ്പുണ്ടാകും, അത് ഞാൻ പറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ തെങ്ങ് ഉണ്ടാക്കിയ തെങ്ങ് വലിയ രസം കാണുന്നില്ല തെങ്ങ്, എന്നാലും പ്ലാസ്റ്റിക് നാക്കിയല്ലോ എങ്ങനെ കാണുള്ളൂ, കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ പണി എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ, തുടങ്ങി വെച്ചിട്ട് തീരുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് വൈകുന്നേരമായി ഇതൊന്ന് തീർക്കാൻ. ഞാൻ ഈ കഷ്ടപ്പെട്ടതിന് ഒരു 20 ലൈക്കെങ്കിലും കിട്ടുമോ? അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.